നരിവേട്ട എന്നുള്ള സിനിമയിൽ ഈ മുത്തങ്ങേനെ കുറിച്ച് പുതിയ ആളുകളിലേക്ക് എത്തിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് ശരിക്കും. ഇപ്പോൾ മുത്തങ്ങ സമരത്തിനകത്ത് നടന്നിട്ടുള്ള അന്നുണ്ടായിട്ടുള്ള ആ ഭീകരതയും ഒരാഴ്ചത്തേക്ക് അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ അതിനെക്കാട്ടും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ശരിക്കും അവിടെ ഉണ്ടായിരുന്നത്. നൂൽപ്പുഴ പഞ്ചായത്ത് മൊത്തം ഒരാഴ്ചത്തേക്ക് നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ച് കാണുന്ന ആദിവാസികളെയൊക്കെ പോലീസിന് പിടിച്ചു കൊടുക്കുക, അത് ആ മുത്തങ്ങയിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെ അങ്ങനെ വളരെ ഭീകരമായിട്ട് ആക്രമിക്കപ്പെട്ട് ആളുകളെയൊക്കെ സ്ത്രീയെന്നോ പുരുഷനെന്നോ പ്രായാധികമുള്ള ആളുകളെന്നൊന്നും നോക്കാതെ എല്ലാ ആളുകളെയും ഭീകരമായിട്ട് ഞാൻ ശരിക്കും ആ മുത്തങ്ങ ആ സമരം നടക്കുമ്പോൾ അവിടത്തേക്ക് വന്ന ആളുകൾ ഒരാളെപ്പോലും ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. വേട്ടപ്പട്ടികളെ പോലെ അങ്ങനെ പേ പിടിച്ച് നടക്കുന്ന മൃഗങ്ങളെ പോലെയുള്ള രണ്ട് കാലുകളുള്ള മനുഷ്യരെയാണ് ശരിക്കും ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ അങ്ങനെ വളരെ മോശമായിട്ട് ഉള്ള ഒരു ഇടപെടൽ നടത്തിയ ആ ഒരു സമരത്തിൻ്റെ ഇതിനെ ശരിക്കും അതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷനൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അത് ചേർത്തതിൽ തന്നെ ഉള്ള തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് അതിൽ കൊടുക്കുന്നത്. പോലീസുകാരൻ അവിടെ ആദിവാസികളെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെയൊക്കെ രക്ഷപ്പെടുത്തുന്ന പോലെയുള്ള ഒരു സംഭവം അതിനകത്ത് കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു 6 പേരെ അവിടുന്ന് അതിനകത്ത് കത്തിക്കുന്ന ഒരു സീന് കാണിക്കുന്നു. ഇതൊന്നും ശരിക്കും ആ മുത്തങ്ങ സമരത്തിനകത്ത് ആ ലാസ്റ്റ് പോർഷനകത്ത് ഉണ്ടായിരുന്ന സംഭവമേ അല്ല. അപ്പോൾ ഇത് പുറത്ത് ആളുകൾക്ക് ഇപ്പോൾ പുതിയ ആളുകളിലേക്ക് അത് എത്തുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് മുത്തങ്ങ സമരം ഇങ്ങനെയായിരിക്കും നടന്നത്, അവിടെയുള്ള പോലീസൊക്കെ ആളുകളോട് ഭയങ്കര സോഫ്റ്റായിട്ട് ഇടപെട്ടു, അവരെയൊക്കെ പരമാവധി സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഒരു സാധനം വന്നു എന്നുള്ളത് അത് മൊത്തം തികച്ചും തെറ്റായിട്ടുള്ള ആദിവാസികളായതുകൊണ്ട് മാത്രമാണ് ഇത്ര മനോഭാവത്തിൽ ഇത് ചെയ്യാൻ പറ്റിയത്. വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒരു ചരിത്രവും സമരത്തെക്കുറിച്ചാണ് ഇവരിങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കില്ല. ഇതൊരു ദാഠ്യത്തിൽ നടക്കുന്ന ഒരു സംഭവം ശരിക്കും. ആദിവാസികളെ എങ്ങനെ ചെയ്താലും അതിന് എങ്ങനെ വ്യാഖ്യാനിച്ച് നമ്മളെ സൗകര്യത്തിന് അത് നമുക്ക് അനുകൂലമായ രീതിയിലേക്ക് ഇത് പുറത്തേക്ക് മെസ്സേജ് കൊടുത്താലും ആരും പ്രതികരിക്കില്ല, അതിനെതിരെ ഒന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ, അതിപ്പോഴും ഈ ആളുകളുടെ മനസ്സിൽ നിന്ന് അടിമ മനോഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് ഈ സിനിമ കണ്ടാൽ തന്നെ അത് നമുക്ക് വളരെ ക്ലിയർ ആവും. അത് ഒരു തെറ്റായ മെസ്സേജാണ് ശരിക്കും ആളുകളിലേക്ക് കൊടുക്കുന്നത്. ആ സമരത്തിൻ്റെ രീതി അങ്ങനെയല്ല. അതിനെ അതേപോലെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? അതുപോലും ഇല്ല. ഇതൊക്കെ എങ്ങനെ ചെയ്താലും ഞങ്ങൾക്ക് കാശുണ്ടാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു മനോഭാവത്തിൽ, അങ്ങനെ ഒരു ദാഠ്യത്തിൽ നിന്ന് ചെയ്യുന്നത് അത്ര നല്ലതല്ല, ഈ ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചതല്ല എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്.